നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന സംഭവം കിടക്കാച്ച സംഭവമാണ്. ഇത് റെഡിയാക്കാൻ പോണത് ചിക്കൻ കീമ ബ്രെഡ് റോൾ. അതാണെന്ന് സംഭവം. അപ്പൊ എല്ലാവർക്കും അതിന്റെ ചേരുവകളും മറ്റുള്ളതൊക്കെ കാണിച്ചു തരും കേട്ടാ. അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം. ഡാൻ സ്റ്റവ് നമ്മൾ കത്തിക്കാൻ പോവാണ്. ഡാൻ അയവാ ഓക്കെ. സ്പീഡൊന്ന് കുറച്ചിടന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ചട്ടി മേലെ കയറ്റുന്നു. കണ്ടോളൂ. ആദ്യം മുതൽ അവസാനം വരെ എല്ലാരും കാണണം. കണ്ണ് വെട്ടാതെ നോക്കണം. പിന്നെ മാത്രമല്ല നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ചേരുവകളൊക്കെ ചേർത്ത് നിങ്ങളും കൂടെ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചെന്ന് മാത്രം പോരട്ടാ. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇത് നിങ്ങളിത് തുടക്കം മുതൽ അവസാനം വരെ ഇത് കാണണം. അപ്പോൾ നമുക്കും കൂടെ അതിന് ഫായദ ഉണ്ടാവുള്ളൂ. അത് മറക്കരുത്. ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ ആവശ്യമായിട്ടുള്ള കുറച്ച് അപ്പൊ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടാ. കുറച്ച് എണ്ണ വെച്ചിട്ടുള്ളൂ, അത് ചൂടായിട്ടുണ്ട്. കണ്ട ഒരു പൊട്ടലൊക്കെ ഇതിലൊന്നും ഇല്ല കേട്ടോ. കടുകൊന്നും ഇട്ടിട്ടില്ല. അതാ പൊട്ടൽ നോക്കണ്ട. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഏലക്ക, പട്ട, പൂവ്, കുരുമുളക് ഇതിലുള്ള ആ ചേരുവകൾ അത് ആദ്യമായിട്ട് നമ്മളൊന്ന് എണ്ണയിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, വലിയ ജീരകം ഇട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇടാൻ പോണതാണ് കേട്ടോ ഉള്ളി. ചെറുതാക്കി കട്ട് ചെയ്ത ഉള്ളി, വെല്ലുള്ളി. ഓക്കെ, പിന്നെ ഇടുന്ന പച്ചമുളകാണ്. പച്ചമുളക്. അപ്പൊ അത് തക്കാളി ഇടും. അതൊന്ന് റെഡി ആയതിനു ശേഷം തക്കാളി ഇടാം. ഇത് ഉള്ളി കണ്ട് വാടിയിട്ടേ ഇങ്ങോട്ട് സെറ്റ് ആയതിനു ശേഷം തക്കാളി ഇടും. ഇതൊക്കെ നോമ്പിന് വെച്ചാൽ നോമ്പിന് നമ്മള് നോമ്പ് തുറക്കുമ്പോ നമുക്ക് വീട്ടില് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കാര്യമായിട്ടൊന്നുമില്ല. ഒരു കോഴി നല്ല അതിന്റെ ചെസ്റ്റ് പീസ് ഇത് ചെറുതാക്കി കട്ട് ചെയ്തതിന്റെ ശേഷം ഒന്ന് ഉരലിലിട്ട് ഒന്ന് ഇടിയിടിച്ച് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് നുറുക്കായി പോകും കോഴി. എന്നിട്ട് ഇത് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. അപ്പൊ ഇതെല്ലാം ഇഞ്ചും വെള്ളുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഒരു സ്പൂൺ ഇതിലിടുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു സ്പൂണ്. ഓക്കെ, അയ്യോ ഇത്തിരി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കണ്ടോളൂ, മഞ്ഞപ്പൊടി. പിന്നെ ഇത്തിരി മുളക് പൊടി. കണ്ടോളൂ, ഇത് മല്ലിപ്പൊടി കേട്ടാ. മല്ലിപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കേട്ടാ. അയ്യോ ചിക്കൻ മസാല. അപ്പൊ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇത്തിരി വെള്ളം. അപ്പൊ മസാല ഒക്കെ ഇട്ടതിന് ശേഷം ഉള്ളിയൊക്കെ വാടി നന്നായിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളത്തിൽ നമ്മൾ ഈ കീമ അങ്ങോട്ട് ആഡ് ചെയ്യും. അത് കഴിഞ്ഞാല് നമുക്ക് നന്ന കീമ കൊണ്ട് വന്നതിന് ശേഷം നമുക്കിത് അത്യാവശ്യം വറ്റി വരും സംഭവം. അപ്പൊ പിന്നെ തക്കാളി ഒക്കെ ഇട്ടിക്കാണ്ട് ഇത് കുഴപ്പം. അപ്പൊ നമ്മള് ചെറുതാക്കി അരിഞ്ഞ് വെച്ച കോഴി ഇതിൽ ഇടാൻ പോവാണ് കീമ. അതായത് ഇതാ ചെറിയ പീസാണ്, നല്ല പൈതൽ പീസാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇതേപോലെ അപ്പൊ ഇത് നമ്മൾ ഇട്ടിട്ട് ചെയ്തോളൂ. വെള്ളത്തിന്റെ ഒരു കുറവുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതാ. എന്നാലും അതിൽ കിടന്ന് ഇങ്ങനെ ശരിക്കും വേവുള്ളൂ. ചുമൊക്കെ വരണ്ട, അതൊന്നും കുഴപ്പമില്ല. ഒക്കെ ഇതിൽ പറഞ്ഞതാണ്. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കണ്ടിട്ടാ. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇടാൻ പോണത് അരിഞ്ഞു വെച്ച തക്കാളി കേട്ടോ. ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളിയാണ്. അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മൂടി വെക്കുക. ഒരു ഗരം മസാല പൗഡർ ഇട്ടത്. അത് ഏലക്ക, പട്ട, പൂവ്, അതിന്റെ ജാതിക്കന്റെ ജാതിപത്തേന്റെ സാഹചര്യമൊക്കെ കൂടെ കൂട്ടി പിടിച്ചതാണിത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി അതായത് ഉലുവന്റെ ഇല, അത് പൊടിച്ചതാണിത്. അത് കുറച്ചും കൂടെ ഇതിൽ ഇട്ട് ചെയ്ത ഭയങ്കര സ്മെല്ലാണ്. നല്ല ടേസ്റ്റുള്ള സ്മെല്ലാണ് വരിക. ഇത് ഒരു സംഭവമാണ്. മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഇത്തിരി കുരുമുളകും പൊടി. 1/2 ടീസ്പൂണ് കുരുമുളകും പൊടി. റെഡി. കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ഉണ്ട്. അപ്പൊ കീമ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കീമ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ മല്ലിച്ചപ്പ്
അതും കൂടി ഇട്ട് ഇതാ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാ. കീമന്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ റോൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ബ്രെഡുണ്ട്. ചിക്കൻ കീമ ബ്രെഡ് റോളിന് ആവശ്യമായിട്ടുള്ളത് കടലമാവ് 1 സ്പൂണ്. അപ്പൊ 3 സ്പൂണ് കടലമാവ് ഇട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മള് കുറച്ചും കൂടെ ഇട്ടുണ്ട്. 2 സ്പൂണ് ഫുള്ളായിട്ട്. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു ഇഞ്ചും വെള്ളുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് ഇടാൻ പോണത്. ഓക്കെ. നമ്മള് ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. അയ്യോ. അപ്പൊ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാകത്തിന് എടുക്കുക. അപ്പൊ ബ്രെഡിന്റെ 4 സൈഡ് അത് കട്ട് ചെയ്ത് കളയുണ്ട് കേട്ടോ. 4 സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കളയുണ്ട്. എന്തിനാ അറിയോ, നമ്മളിന്റെ മടക്കി കഴിഞ്ഞാല് കിട്ടൂല. അപ്പൊ ഇത് ഇങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് മടക്കാം. സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചതുര കഷ്ണമായിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലിയ ബ്രെഡ് കിട്ടും. അതായത് ക്ലബ് സാൻഡ്വിച്ചിന്റെ ബ്രെഡ് കിട്ടും. അപ്പൊ അതാകുമ്പോൾ നമ്മൾ ചുരുട്ടാനും അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. ഇതിൽ നമ്മൾ അത്യാവശ്യം വലുപ്പമില്ല. അപ്പൊ തൽക്കാലം നമ്മൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു. അപ്പൊ എല്ലാവരും ചെയ്യുമ്പോ ചെറിയ വലിയ ബ്രെഡ് പഠിക്കുക എന്നിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അത് ചുട്ടുണ്ട്. എന്നിട്ട് ചുരുട്ടിട്ട് നമ്മളിതാ ഇതേപോലെ നമ്മൾ ചുരുട്ടിതാ പ്ലേറ്റിക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ ചിക്കൻ ബ്രെഡ് റോള് ഇവിടെ ബ്രെഡിൽ പൊതിഞ്ഞ് വെച്ചിട്ടാ റൗണ്ട് ആക്കിയിട്ട് റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാവില് മുക്കിയിട്ടാണ് നമ്മൾ പൊരിക്കാൻ പോണത്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. റോള് മാവിലേക്ക് മുക്കാൻ പോകട്ടാ. മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. അയ്യവാ, സൂപ്പർ സൂപ്പർ. ഹലോ സാറേ. അപ്പൊ നമ്മള് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതാ നല്ല വെന്തിട്ടുണ്ട്. നല്ല പഴംപൊരി രൂപത്തില് നമ്മൾ കോരി എടുക്കുക കേട്ടോ. കാക്കിട്ടുണ്ട് കേട്ടോ. അയ്യവാ, കാണാൻ തന്നെ ഒരു മൊഞ്ചുണ്ട് കേട്ടോ. സംഭവം നല്ല നേക്കായിട്ടുണ്ട്. വീഡിയോ ഉഷാറായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് നന്നായിട്ട് അമർത്തുക. ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അഫ്സൽ ഭായി അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയും. നന്നായാലും മോശമായാലും മൂപ്പര് പറയലുണ്ട് എന്നോട്, സാധാരണ പറയലുണ്ട്. അപ്പൊ അത് പറയും, തീർച്ചയായിട്ടും പറയും കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അത് യൂസ്ഫാക്കാൻ ഉണ്ടാക്കിയ ചിക്കൻ കീമ ബ്രെഡ് റോളാണ് കേട്ടോ. ചിക്കൻ കീമ ബ്രെഡ് റോൾ. ഇത് അങ്ങോട്ട് പൊളിക്കുമ്പോൾ തന്നെ അതിന് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല്. ആ ചിക്കൻ്റെ മസാലൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. ഞാൻ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കുന്നത്. അടാറായിട്ട് സൂപ്പർ ഐറ്റം. ഇങ്ങനത്തെ ഒരു റോൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഓക്കെ, സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്നറിയോ, എല്ലാവരും ട്രൈ ചെയ്യുക. വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് മുഴുവനായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ അമർത്തുക, പിന്നെ ഷെയർ ചെയ്യുക. ഇതൊക്കെ തന്നെ നമ്മളെ വിജയം. ഒരു വീഡിയോ